പ്രിയമുള്ളവരെ, അറബി PSCയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ അന്ദുലസ്, അറബി സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് അന്ദുലസ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിനിൽ ഇസ്ലാമിക കാലം ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന ലിറ്ററേച്ചർ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ നൽകുന്ന ഈ വിഷയത്തിൽ ഇതിൻ്റെ താഴെ ഇതിൻ്റെ മലയാളം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. PDF നൽകപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതുകൂടി ഉപയോഗിച്ചിട്ട് വായിക്കാം. ഏതായാലും ചോദ്യത്തിലേക്ക് കടക്കാം. ഫിലോസഫറാണ്. അതുപോലെ തന്നെ ഇഷ്തഹറ ബിഷാരിഹി അരിസ്റ്റോ. ഷാരിഹ് എന്ന് വിശേഷണം വന്നിട്ടുള്ള, അതായത് അരിസ്റ്റോട്ടിലിൻ്റെ ഷാരിഹ് എന്ന് വിശേഷണം നൽകപ്പെട്ടിട്ടുള്ള ഫിലോസഫറാണ് നമ്മുടെ ഈ ചോദ്യം. ഇതാരാണെന്നുള്ളതാണ് ഉത്തരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു റുഷ്ദാണ് ഈ വിശേഷണത്തിന് അർഹനായിട്ടുള്ളത്. ഇപ്പോൾ ഇബ്നു റുഷ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ദുലസ് ലിറ്ററേച്ചറിൽ, അന്ദുലസ് കാലഘട്ടത്തിലുണ്ടായിരുന്ന അറബിക് ലിറ്ററേച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. മറ്റൊരു ചോദ്യം, ഫി അയ്യ ഫന്നിൻ ഇഷ്തഹറ ഇബ്നു റുഷ്ദ്. ഇബ്നു റുഷ്ദ് ഏത് ഫന്നിലാണ് പ്രശസ്തനായിട്ടുള്ളത്? മറ്റേ ചോദ്യത്തിൽ നിന്ന് കിട്ടും ഫൽസഫ. അദ്ദേഹം ഫൽസഫയിലാണ്. കുറച്ച് ആളുകളാണ് ഈ അന്ദുലസ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കുറച്ച് ആളുകൾ, നമ്മളിപ്പോൾ ഈ ഉദാഹരണത്തിൽ തന്നെ ഇബ്നു ഹസ്മ്, ഇബ്നു സീന, ഇബ്നു തുഫൈൽ, ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ, ഇബ്നു ഹാനി ഉണ്ട്. ഇനി അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമാണ് നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും വളരെ കുറച്ച് ആളുകൾ മാത്രം പഠിക്കാനുള്ള ഒരു ഏരിയ കൂടിയാണ് അന്ദുലസ് കാലഘട്ടത്തിലുണ്ടായിരുന്ന അറബി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച. ഇനി അടുത്ത ചോദ്യം, തഹാഫുത്ത് ഇത് ആരുടെ ഗ്രന്ഥമാണ്? അത് ഇബ്നു റുഷ്ദിൻ്റെ ഗ്രന്ഥമാണ്. അത് ഏത് ഫന്നിലാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അൽ ഫൽസഫ, ഫൽസഫയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥമുള്ളത്. മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ മലയാളം കൂടി നമ്മൾ ഈ PDF നൽകിയിട്ടുണ്ടാകും. അബ്ദുറഹ്മാൻ അദ്ദാഖിൽ, അദ്ദേഹം അമവി കാലഘട്ടത്തെ ദൗല, ഭരണകൂടം സ്ഥാപിച്ച ആൾ കൂടിയാണ് അബ്ദുറഹ്മാൻ അദ്ദാഖിൽ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യം നോക്കാം. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഈ താഴെ വരുന്നത്. മുഅസ്സിസ് ദൗലത്തുൽ അമവിയ ബി കുർത്തുബ. കുർത്തുബയിലെ, കുർത്തുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊർദോവ, സ്പെയിനിലുള്ള ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കുർത്തുബ. ഇതിൻ്റെ അമവി ഭരണകൂടം ഇവിടെ സ്ഥാപിച്ച ആളാരാണെന്നുള്ളതാണ് ചോദ്യം. അബ്ദുറഹ്മാൻ അദ്ദാഖിലാണ് ആ സ്ഥാപകൻ. അടുത്ത അബ്ദുറഹ്മാൻ അദ്ദാഖിൽ മുഹസ്സിസു ഡാഷ് ഫിൽ കുർത്തുബ. കുർത്തുബയിൽ ഏത് ഭരണകൂടമാണ് സ്ഥാപിച്ചത്? ദൗലത്തുൽ അമവിയയാണ് സ്ഥാപിച്ചത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട പോയിൻ്റ്, അദ്ദേഹം അമവി ദൗലയാണ് സ്ഥാപിച്ചത് കുർത്തുബയിലാണ്, സ്പെയിനിലാണ് അതുള്ളത്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ അദ്ദാഖിലാണ് അതിൻ്റെ മുഅസ്സിസ്, സ്പെയിനിൽ സ്ഥാപിച്ചത്. മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി അതിൻ്റെ കൊർദോവ. നെക്സ്റ്റ്, ഇബ്നു സൈദൂൻ എന്ന ആൾ അന്ദലസ് ലിറ്ററേച്ചറിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് ഇബ്നു സൈദൂൻ. അതിലേറ്റവും പ്രശസ്തനായ ഒരാൾ കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. വല്ലാദ ഇബ്നു മുസ്തഖ്ഫ എന്ന ആൾ, വല്ലാദ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയിട്ടുള്ള കവി കൂടിയാണ്. വല്ലാദയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അന്ദലസ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മംദൂഹത്ത്, അത് ആരുടെ മംദൂഹത്തായിരുന്നു, ആരുടെ പ്രണയിനിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇബ്നു സൈദൂൻ. അപ്പോൾ ഇബ്നു സൈദൂനും വല്ലാദയുമാണ് പരസ്പരം കത്തിടപാടും മറ്റൊക്കെ ആയിട്ട് കവിതകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. വല്ലാദ ഇബ്നു മുസ്തഖ്ഫ എന്ന് പറയുന്ന ആൾ, ബിൻത്ത് മുസ്തഖ്ഫ.
ഇത് ഒരു മുസ്തഖ്ഫ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഒരു രാജാവ് കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇബ്നു സൈദൂനും ഭരണം ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇബ്നു സൈദൂൻ ഏറ്റവും പ്രശസ്തനായ ആളാണ്. നമുക്ക് കൂടുതൽ ഇനി അതിനെക്കുറിച്ച് വരാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ചോദ്യം. സാഹിബു റിസാലത്ത് ഹസിലിയ, റിസാലത്ത് ഹസിലിയ, അതുപോലെ തന്നെ റിസാലത്ത് ചിത്തിയ എന്ന് പറഞ്ഞിട്ട് 2 റിസാലകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ രചയിതാവ് ആയിരുന്ന ആൾ ഇബ്നു സൈദൂനാണ്. ഈ ഭാഗത്ത് നമ്മൾ വല്ലാതെ കുറിച്ച് പറഞ്ഞു, ഇബ്നു സൈദൂനെ കുറിച്ചും പറഞ്ഞു. ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇബ്നു ഹസ്ം. ഇബ്നു ഹസ്മുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇബ്നു ഹസ്ം പ്രശസ്തനായ ആൾ തന്നെയാണ്. നമുക്ക് നോക്കാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ ഏരിയയിൽ ബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ലൈസ മിൻ കുത്തുബി ഇബ്നു ഹസ്മിൽ അൻദലുസി, ഇബ്നു ഹസ്മിൻ്റെ കിതാബുകളിൽ പെടാത്ത ഒരു ഗ്രന്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അൽ മിനൽ വൻ നിഹൽ, കിതാബുൽ ജംഹരിയ, അടുത്തത് അൽ മുഹല്ല, ഇതും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. ഹയ്യിബ്നു യഖ്ദാൻ എന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമല്ല. ഓക്കെ, നെക്സ്റ്റ് അസ്ലു ഇബ്നു ഹസ്മ്. ഇബ്നു ഹസ്മിൻ്റെ അസ്ല് ഏതാണ്? അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹുവ മുഹമ്മദ് ബിൻ അലി ബിൻ അഹ്മദ് ബിൻ സഈദ് ബിൻ ഹസ്ം. ഇദ്ദേഹത്തിൻ്റെ ഫുൾ പേര് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ഈ പേര് ആരുടെ പേരാണ്? ഫുൾ പേരാണ്, മുഴുവൻ പേരാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇബ്നു ഹസ്മിൻ്റെ മുഴുവൻ പേരാണ് വാഹിദു മിൻ അലാമിൻ നസർ. അദ്ദേഹം നസറും ഷെയറും 2 ശാഖയാണ് നമ്മൾ അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ട വരാറുള്ളത്. അതിൽ നസറിൻ്റെ ഭാഗത്തിൽ വരുന്ന പ്രശസ്തനാണ് അദ്ദേഹം. സ്പെയിൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട്, സ്പെയിൻ കാലഘട്ടത്തിലുണ്ടായിരുന്ന ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്. നെക്സ്റ്റ്, ഇബ്നു ഹസ്മ് രചിച്ച ഒരു ഗ്രന്ഥം. അല്ലഫ ഇബ്നു ഹസ്മ് കിതാബും ഫി ഇൽമിൽ അൻസാബ്. ഇൽമിൽ അൻസാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ പേര്, നസബകൾ, പേര്, കുടുംബം, തറവാട്, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ച ഗ്രന്ഥം. അൽ ജംഹരിയ എന്നാണ് മാറിപ്പോയിട്ടുള്ള. ജംഹരിയ എന്നാണ് എൻ്റെ ഓർമ്മ, ഒന്ന് കൺഫേം ആക്കുക. ഏകദേശം അങ്ങനെയാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. ഇതിൽ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് സാധ്യതയുണ്ട്. ഏതായാലും ആ ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത് ഇൽമുൽ അൻസാബിലാണ് ആ ഗ്രന്ഥത്തിൻ്റെ രചന നടന്നിട്ടുള്ളത്. ഫൻ ഏതാണെന്നുള്ള ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജംഹരിയാണ് ആ മേഖലയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം. അടുത്തത് അൻദലൂസ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തൗഖുൽ ഹമാമയെക്കുറിച്ചുള്ള ചോദ്യം. തൗഖുൽ ഹമാമ അൻദലൂസ് കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതാണ് ചോദ്യം. വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് തൗഖുൽ ഹമാമ. ഓക്കെ, തൗഖുൽ ഹമാമ, ഈ ഹമാമ എന്ന് പറഞ്ഞാൽ അത് ഈ പ്രണയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഗ്രന്ഥമാണ്. പിന്നെ അതിനെ രചിച്ചിട്ടുള്ള ആൾ ഇബ്നു ഹസ്മാണ്. പിന്നെ അത് ഹുബ്ബുമായി ബന്ധപ്പെട്ടാണ്. ഹുബ്ബാണ് അതിൻ്റെ വിഷയം. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഒരു ഗ്രന്ഥം അത് ഫൽസഫയിലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇബ്നു റുഷ്ദ് രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം ഫൽസഫയിലുണ്ട് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് ഹുബ്ബിലുള്ള ഗ്രന്ഥമാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇബ്നു റുഷ്ദിൻ്റെ ഒരു ഗ്രന്ഥമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഇത് ഇബ്നു ഹസ്മിൻ്റെ ഗ്രന്ഥമാണ്, മാറിപ്പോകരുത്. തൗഖുൽ ഹമാമ ഇബ്നു ഹസ്മിൻ്റെ ഗ്രന്ഥമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇബ്നുൽ മുഅ്തസ് ഇബ്നു അബ്ദുർ റബ്ബ്. ഇവർ രണ്ടുപേരും ഏറ്റവും പ്രഗത്ഭനാണ്. ഇബ്നു അബ്ദുർ റബ്ബിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനുണ്ട്, വരും ചോദ്യങ്ങളിൽ നോക്കാം. ഇബ്നു ഹസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അഷായറുല്ലദി വല്ല അൽ ഖിലാഫ ലി യൗമിൻ വ ബഅദ യൗമിൻ. ഒരു ദിവസം അല്ലെങ്കിൽ ദിവസത്തിൻ്റെ പകുതി മാത്രം അധികാരത്തിലിരുന്ന പിന്നീട് കൊല്ലപ്പെട്ട ഒരു രാജാവ് ആരാണെന്ന് ചോദ്യം. ഇബ്നുൽ മുഅ്തസ് എന്ന ആളാണ്. ഇബ്നുൽ മുഅ്തസ് ആണപ്പോൾ
ഖിലാഫത്ത് യോമിൻ വബാദ്, ഖിലാഫത്ത് യോമിൻ ഒരു ദിവസം മാത്രം ഖിലാഫത്ത് ഉണ്ടായിട്ടുള്ള, ഖലീഫത്ത് യോമിൻ വബാദ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ചോദിക്കാറുണ്ട്. ആരാണ്? ഇബ്നുൽ മുഅത്തസ് എന്ന ആളാണ്. ഇനി മലീഹുൽ അന്ദലുസ് എന്നാട്ടോ, മലീഹുൽ അന്ദലുസ് എന്നറിയപ്പെടുന്ന ആൾ എന്ന് അറിയപ്പെടുന്ന ആളാരാണ്? ഇബ്നു അബ്ദുറബ്ബാണ്. ഇബ്നു അബ്ദുറബ്ബാണ് മലീഹുൽ അന്ദലുസ് എന്നറിയപ്പെടുന്ന ആൾ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ആളാരാണ് എന്നാണ് ചോദ്യം. ഇബ്നുൽ മുഅത്തസാണ്. പിന്നെ ഇബ്നു മുഅത്തസും ഇബ്നു ഹസ്മും ഇബ്നു അബ്ദുറബ്ബും തമ്മിൽ ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇബ്നു അബ്ദുറബ്ബുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നോക്കാം. അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്നുള്ളതാണ് ചോദ്യം. വലീദ് ബിൻ അഹ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ഗാലിബിൽ മഖ്സൂമി. അതിൽ പഠിക്കാൻ എളുപ്പത്തിന് വലീദ് അബുൽ വലീദ് എന്ന് പഠിച്ചാൽ അബുൽ വലീദ് അഹ്മദ് ബിൻ അബ്ദുല്ലാ ബിൻ ഗാലിബിൽ മഖ്സൂമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഹരീരി എന്ന് അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. ഹരീരി നമുക്കറിയാം അല്ലേ? ഹരീരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ മുമ്പ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് പഠിച്ചിരുന്ന ഒരു പ്രശസ്തനായ ആളാണ് ഹരീരി. അപ്പോൾ ഒറബിലുള്ള പാശ്ചാത്യ ലോകത്തുള്ള ഹരീരി എന്ന് അറിയപ്പെടുന്ന ആളാരാണ്? ഇബ്നു അബ്ദുറബ്ബാണ്. അദ്ദേഹമാണ് മലീഹുൽ അന്ദലുസ് എന്ന് അറിയപ്പെടുന്ന ആളും. അദ്ദേഹത്തെ അതിന് വിശേഷിപ്പിച്ച ആൾ ആരാണ്? ഇബ്നുൽ മുഅത്തസ് എന്ന ആളാണ്. ഇവരൊക്കെ രാജാക്കന്മാർ തന്നെയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബുൽ വലീദ് അഹ്മദ് ബിനു അബ്ദുല്ലാഹി ബിൻ ഗാലിബിൽ മഖ്സൂമി. അത് മുഴുവൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അബുൽ വലീദ് അഹ്മദ് എന്ന് വരെയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അബുൽ വലീദ് അഹ്മദ് എന്ന് വരെയെങ്കിലും നിങ്ങൾക്ക് കാണാതെ അറിയണം. മുഴുവൻ പേര് ചോദിക്കാത്ത ഒരു ഏരിയ ഒന്നല്ല, ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് കിതാബുൻ അല്ലദീ യഹ്തവി അല ഷത്തൽ ഫവായിദ്. ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ഉള്ള ഒരു ഗ്രന്ഥം. പക്ഷേ മുഅല്ലിഫ് അതിൽ മസ്അലകളെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു ഗ്രന്ഥമുണ്ട്. അതേതാണ്? അഖ്ദുൽ ഫരീദാണ്. അഖ്ദുൽ ഫരീദ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഇബ്നു അബ്ദുറബ്ബിൻ്റെ ഗ്രന്ഥം തന്നെയാണ്. ഏതായാലും ആ കിതാബിനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. ഈ നെറ്റിനൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഗ്രന്ഥം കൂടിയാണ് അഖ്ദുൽ ഫരീദ്. യഹ്തവി അല ഷത്തൽ ഫവായിദ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മസ്അലകളൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് അഖ്ദുൽ ഫരീദ്. ഇനി നമുക്ക് മറ്റ് ഏരിയകളിലേക്ക് പോകാം. ഇബ്നു തുഫൈലും ഇബ്നു ഹാനി ഏറ്റവും പ്രശസ്തനായിട്ട് ആളാണ്. അമീറു ഷുറായിൽ അന്ദലുസ് എന്നറിയപ്പെടുന്ന ആൾ ഇബ്നു ഹാനിയാണ്. അമീർ ഷുറാ മോഡേൺ അറബി സാഹിത്യത്തിലെ അമീർ ഷുറാ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ്? അഹ്മദ് ഷൗക്കിയാണ്. പക്ഷേ അന്ദലുസ് ലിറ്ററേച്ചർ ആണെങ്കിൽ അത് ആരാണ്? ഇബ്നു ഹാനിയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായൊരു ചോദ്യം. ഹുവല്ലദീ ലുക്കിബ ബിൽ മഗ്രിബിൽ അൽ ഖായിലു ജൗഹർ സൈഫി ഫാത്തിഹു മിസ്ർ ലിൽ മുഅത്തസ് ഫമദഹു ഇബ്നു ഹാനി. അദ്ദേഹത്തിൻ്റെ മലയാളം ജസ്റ്റ് ഒന്ന് നോക്കാം. സുൽത്താൻ്റെ വ്യക്തിഗത വൈദ്യനും മന്ത്രിയുമായി സേവനം ചെയ്ത സാഹിത്യകാരൻ ആര്? ഇബ്നു തുഫൈലാണ് എന്നാണ് പറയുന്നത്. ഇബ്നു ഹാനിയുടെ ചോദ്യം നോക്കാം. മദ്രാസ് കീഴടക്കിയ മിസ്ർ കീഴടക്കിയ ജൗഹർ സിക്കിലിയെ സ്തുതിച്ച അന്ദലുസ് കവി ആരാണ് എന്നാണ് പറയുന്നത്? ഇബ്നു ഹാനിയാണ്. ഓക്കെ, അപ്പോൾ ഇബ്നു ഹാനി മദ്രാസ് അല്ല, മിസ്റാണ്. മിസ്ർ കീഴടക്കിയ ജൗഹർ സിക്കിലിയെ പുകഴ്ത്തിയ കവി ആരാണെന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഇതിൽ അക്ഷരത്തെറ്റ് കുറേയുണ്ട്. ജൗഹർ സക്കിലി എന്നാണ് ഇതിൽ പേരിട്ടോ, ജൗഹർ സൈഫി എന്നാണ്. മിസ്റിൻ്റെ ഫാത്തിഹ് മിസ്ർ എന്നറിയപ്പെടുന്ന ആളാണ് ജൗഹർ സക്കിലി. ഓക്കെ, ഇബ്നുൽ ഹാനി ആണ് അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ആൾ. ഓക്കെ, അദ്ദേഹത്തെ അറിയപ്പെടുന്നൊരു പേര് മുത്തനബിൽ എപ്പോഴും ചോദ്യം വരുന്നത് മുത്തനബിൽ മഗ്രിബ് എന്നറിയപ്പെടുന്നത്. മുത്തനബിൽ അൽ മഗ്രിബ് എന്ന് അറിയപ്പെടുന്ന ആളാണ്
ആര്, നമ്മുടെ ഇബ്നു ഹാനി എന്നറിയപ്പെടുന്ന ഈ പ്രശസ്തനായ സ്പെയിൻ കവി. ഇനി അടുത്തത് ഇബ്നു തുഫൈൽ. ഇബ്നു തുഫൈൽ അദ്ദേഹം മന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ സാഹിത്യകാരനാണ്, മന്ത്രിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം തൊബീബായിരുന്നു. തൊബീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആയിരുന്നു. ആരുടെ? നമ്മുടെ രാജാവിൻ്റെ. അങ്ങനത്തെ ഒരാളാണ് ഇബ്നു തുഫൈൽ എന്നറിയപ്പെടുന്നത്. തുഫൈൽ എന്ന ആ ത്വാ വെച്ചിട്ട് തന്നെ തൊബീബ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഇബ്നു തുഫൈൽ ഹുവ മുഅല്ലിഫു കിതാബ് ഹയ്യ് ബിൻ യഖ്ദാൻ അല്ലദീ യുഅ്തബറു മിൻ അവൈലി സവായാത്തിൽ ഫൽസഫ ഫിൽ അദബിൽ അറബിയ്യ. ഹയ്യ് ബിൻ യഖ്ദാൻ എന്ന ഗ്രന്ഥം രചിച്ച ആൾ ഇബ്നു തുഫൈലാണ്. വളരെ പ്രശസ്തനായ ഹയ്യ് ബിൻ യഖ്ദാൻ എന്ന ഗ്രന്ഥം രചിച്ച ആൾ ഇബ്നു തുഫൈലാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കുക. ഇനി മറ്റൊരു മുവശ്ശിഹാത്ത്. സ്പെയിൻ ലിറ്ററേച്ചറിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ഫന്നാണ് മുവശ്ശിഹാത്ത്. സ്പെയിൻ അന്തലുസ് ലിറ്ററേച്ചറിലാണ് അത് വന്നിട്ടുള്ളൂ. അത് വേറെ ഏത് കാലത്തിലും മുവശ്ശിഹാത്ത് വന്നിട്ടില്ല. ഒരു പ്രത്യേക തരം കവിതയാണ്, ഒരു പ്രത്യേക രീതിയിൽ രചിക്കുന്ന ഒരു കവിതയാണ് ഈ മുവശ്ശിഹാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മുവശ്ശിഹാത്തിൻ്റെ കവിതയിലെ ഓരോ ഭാഗങ്ങൾ, ഖുഫ്ലുണ്ട്, ദൗറുണ്ട്, ഹർജുണ്ട്. ഇതൊക്കെ ഈ മുവശ്ശിഹാത്തിലെ കവിതയുമായി ബന്ധപ്പെട്ട ഓരോ ടേമുകളാണ്. ഇപ്പോൾ നമ്മൾ സാധാ കവിതകൾ പറയുമ്പോൾ പറഞ്ഞിരുന്നു, നമുക്ക് വസ്ന്, കാഫിയ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഓരോ പാരഗ്രാഫിനും ബൈത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേർതിരിക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു ടേമാണ് മുവശ്ശിഹാത്തുമായി ബന്ധപ്പെട്ട ടേമുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഖുഫ്ല്, ദൗർ, ഹർജ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലുമായി ബന്ധപ്പെടാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നമ്മളെ ഉത്തരം റജിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇതാണ്. ബാക്കി ദൗർ, അതുപോലെ ഹർജ, ഖുഫ്ല്, ഈ മൂന്നും മുവശ്ശിഹാത്തുമായി ബന്ധപ്പെട്ട ടേമുകളാണ്, മുസ്തലഹാണ്. അടുത്തത് മുവശ്ശിഹാത്ത് രചിച്ച പെട്ട ആളാരാണ്? അപ്പോൾ ലൈസമിനൽ മുവശ്ശിഹാത്തിൽ പെടാത്ത ആ ഏരിയയിൽ ഗ്രന്ഥരചന അല്ലെങ്കിൽ രചന നടത്താത്ത ആൾ ആരാണ്? മുഖദ്ദിമിനിൽ മുവശ്ശിഹാത്തിൽ രചിച്ച ആളുകളെ പ്രത്യേകം നമുക്ക് ആ ഏരിയയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അവരെ തന്നെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഇബ്നു മാഅ്സമാ എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്, അബ്ബാദ അൽ ഖസ്സ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്, മുഖദ്ദ് ബിൻ മആഫിർ എന്ന് പറയപ്പെടുന്ന ആളുണ്ട്. ഇബ്നുൽ മുഅ്തസ് എന്ന് പറയുന്ന ആൾ മുവശ്ശിഹാത്തിൽ ഗ്രന്ഥരചന നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കവിത രചിച്ചിട്ടില്ല. അപ്പോൾ വശാഹിങ്ങളിൽ അദ്ദേഹം പെടില്ല. ഓക്കെ, വശാഹി എന്ന് പറയുന്നത് മുവശ്ശിഹാത്ത് രചിച്ച ആളുകൾ. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെ കുറിച്ച് ജസ്റ്റ് ഒരു പോയിന്റ് കാണിച്ചാണ്. ഇബ്നു ഹാനി ഉണ്ട്. ഇബ്നു ഹാനിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് മുത്തനബി അൽ മഗ്രിബാണ്. മുത്തനബി അൽ ഖുർബല്ല, മുത്തനബി അൽ മഗ്രിബാണ്. ഓക്കെ, ഖാല സഅലബി ഹുവ സഫ്ഹുൽ അന്ദലുസി കൽ മുത്തനബി ഫി സഫി ഷാം. ഷാമിൽ മുത്തനബി ഉണ്ടായിരുന്ന പോലെ അന്ദലുസ് ലിറ്ററേച്ചറിലെ സൊഫാണ് എന്ന് വിശേഷിക്കും. സൊഫ് എന്ന് പറഞ്ഞാൽ ഏട് എന്ന് പറയും. ആരാണ് അത്? ആരെക്കുറിച്ചാണ്? സഅലബി എന്ന ആൾ ആരെക്കുറിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇബ്നു ദറാജ് അൽ ഖസ്തല്ലി എന്ന ആളെക്കുറിച്ചാണ്, ഇബ്നു ദറാജിനെ കുറിച്ചാണ് അസ്സൊഫ്ഹിൽ അന്ദലുസി എന്ന് സഅലബി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കാരണം ഇബ്നു ദറാജ് ഒരു മുത്തനബിയെ പോലെയാണെന്നൊക്കെയാണ് പറയുന്നത്. ആര്? സഅലബി കുറിച്ച് പ്രശസ്തനായ ഓരോ കവികളെക്കുറിച്ചൊക്കെ ഉമ്മഹാത്തുൽ കുത്തുബിലൊക്കെ നമ്മൾ പഠിക്കേണ്ട ആളാണ് സഅലബി. ഓക്കെ, ഇബ്നു ഖഫാജ എന്ന് പറയുന്ന ആൾ
അതായത് പ്രകൃതിയെ വിശേഷിപ്പിക്കുന്നതിലാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ മിക്കവാറും ഒക്കെ പ്രകൃതിയെ ഭംഗിയിൽ അവതരിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്. ഇബിൻ ഖഫാജ് ആയിട്ടാണ് അദ്ദേഹം. അത് ഇബിൻ ഖഫാജ്. നമ്മൾ കുറേ ആൾക്കാരെ പഠിച്ചിട്ടുണ്ട്. ഇബിന് സെയ്ദൂന് പഠിച്ചു, പിന്നെ ഇബിന് ഹാനി പഠിച്ചു, പിന്നെ ഇബിന് തുഫൈൽ പഠിച്ചു. കുറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇബിന് ഖഫാജ, പിന്നെ ഇബിന് ദറാജ് പഠിച്ചു, അങ്ങനെയുള്ള ആൾക്കാരെ. പിന്നെ അതിലൊരു സ്ത്രീ പഠിച്ചതാണ് വല്ലാദ ബിൻത് മുസ്തഖ്ഫ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. പിന്നെ വേറൊരാൾ വരുന്നുണ്ട്, ഒരു സ്ത്രീ കൂടി ഉണ്ട് ആ ഏരിയയിൽ, ഹംദൂന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ്. നമുക്ക് അതിനുള്ള ഒരു PDF നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇബ്നു സൈദൂനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രശസ്തയായ കവി ആരാണ്? വല്ലാദ ബിൻത് മുസ്തഖ്ഫയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ വരും. ഓക്കെ, ഏതായാലും ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.